ഒരാഴ്ച മുമ്പ് ഒരു 7-ൻ്റെ കുർബാനയ്ക്ക് പങ്കെടുക്കാൻ പോയി. ഗായകൻ കെസ്റ്ററിൻ്റെ വൈഫ് രേഖയുടെ അപ്പച്ചൻ്റെ ഏടായിരുന്നു. ഞങ്ങളുടെ പാരിഷിൽ കുറച്ച് നാൾ ഇരുന്നിട്ടുണ്ട്. ആ സമയത്താണ് അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയുടെ മികച്ച അധ്യാപകൻ്റെ അവാർഡൊക്കെ കിട്ടുന്നത്. കുർബാനയ്ക്ക് ശേഷം രേഖയാണ് നന്ദി പറഞ്ഞത്. രേഖ പറഞ്ഞു, കുഞ്ഞുനാളിൽ ജന്മദിനം വരുമ്പോൾ ഏറ്റവും വലിയ ആഗ്രഹമാണ് പല കളറുള്ള പുത്തനുടുപ്പിട്ട് ക്ലാസ്സിൽ പോകണം, പച്ച കവർ കൊണ്ട് പൊതിഞ്ഞ പാരീസ് മുട്ട എല്ലാവർക്കും കൊടുക്കണം. അപ്പം അപ്പനോട് എന്ന് പറയും. അപ്പം അപ്പൻ ചോദിക്കും, മോളെ എല്ലാവരും ഇങ്ങനെയാണോ ബർത്ത്ഡേ ആഘോഷിക്കുന്നത്? എല്ലാവരും ഇങ്ങനെ മിഠായി കൊണ്ടുവരാറുണ്ടോ? എല്ലാവരും പുത്തനുടുപ്പിട്ട് വരാറുണ്ടോ? അപ്പനെക്കുറിച്ച് പിന്നെയും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് രേഖ അവസാനിപ്പിച്ചിങ്ങനെയാണ്, പിന്നീട് എൻ്റെ ബർത്ത്ഡേസിന് ഞാൻ അപ്പനോട് പുത്തനുടുപ്പ് വേണമെന്ന് പറയാറില്ല, എനിക്ക് മിഠായി വേണമെന്ന് വാശി പിടിക്കാറില്ല. ഒരധ്യാപകൻ എങ്ങനെയാണ് നല്ലൊരു അപ്പനാകുന്നതെന്നും ഒരപ്പൻ എങ്ങനെയാണ് ഏറ്റവും നല്ല അധ്യാപകനാകുന്നതെന്നും ഈ അപ്പനിൽ നമുക്ക് കാണാൻ പറ്റും. ഈ ദിവസങ്ങളിൽ നമ്മുടെ വിദ്യാലയങ്ങളിൽ നിന്ന് വരുന്ന വാർത്തകൾ ഒട്ടും ശുഭമല്ല. സ്കൂളിലെത്തും മുമ്പ് വീട്ടിൽ നിന്ന് നമ്മുടെ കുട്ടികൾ പഠിക്കേണ്ട ആദ്യത്തെ പാഠമാണ് അനുകമ്പ, കരുതൽ. ഇത് ഗോസ്പലിൽ നോക്കി, ഒരു വലിയ ജനക്കൂട്ടി ഈശോയുടെ കൂടെ ഉണ്ട്. 3 ദിവസം മാത്രമേ അവർ ഈശോയുടെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് ഈശോയുടെ കൺസേൺ നോക്കിയേ. ഈശോ പറയുന്നത് അവരെ വിശപ്പോടെ പറഞ്ഞയക്കേണ്ട, അവർ വഴി തടന്നു വീഴും. പലരും വളരെ ദൂരത്തുനിന്ന് വന്നിട്ടുള്ളവരാ. അവർക്കെന്തെങ്കിലും ഭക്ഷിക്കാൻ കൊടുത്തേ. ഒരപ്പം കൊണ്ട് തീർക്കാവുന്ന എൻ്റെ വിശപ്പും ഞാൻ നടന്നു തീർക്കേണ്ട എൻ്റെ ദൂരവും എൻ്റെ ഈശോയുടെ പ്രൈം കൺസേൺ ആണ്, കരുതലാണ്.